ആഷിഖ്, നിൽക്കുന്നത് കണ്ടിട്ട് കനകക്കുന്ന് പാലസിന്റെ പരിസരമാണ് എന്ന് തോന്നുന്നു. അവിടെ നിശാഗന്ധിയിൽ നിന്ന് പ്രത്യേക പരിപാടികളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? തീർച്ചയായും അമൃത, നിശാഗന്ധിയിൽ കനകക്കുന്നിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഇന്ന് രാത്രി നിശാഗന്ധിയിൽ പ്രത്യേക കലാപരിപാടികളുണ്ട്. എല്ലാ കൊല്ലവും നിശാഗന്ധിയാണ് തലസ്ഥാനത്തെ പുതുവത്സരാഘോഷങ്ങളുടെ കേന്ദ്രം. ഇത്തവണ നിശാഗന്ധിയിൽ മാത്രമല്ല, മാനവീയം വീതിയിലും നൈറ്റ് ലൈഫ് ആരംഭിച്ചതിന് ശേഷം ആദ്യമായി രാത്രി പുതുവത്സരാഘോഷം മാനവീയം വീതിയിലും സംഘടിപ്പിക്കും. വലിയ ആഘോഷങ്ങളാണ് തലസ്ഥാനത്ത് ഒരുങ്ങിയിരിക്കുന്നത്. തലസ്ഥാനത്തെ പോയി കനകക്കുന്നിലേക്ക് പതിയെ ആളുകൾ ഓരോന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സംസ്ഥാന ടൂറിസം വകുപ്പ് ആരംഭിച്ച ഇത്തവണ സംഘടിപ്പിച്ച വസന്തോത്സവമുണ്ട്. പുഷ്പോത്സവവും ലൈറ്റിംഗും ഒക്കെ ആയിട്ട് വലിയ തിരക്കുണ്ട്. ആ വസന്തോത്സവത്തിലേക്ക് പങ്കെടുക്കാൻ കൂടിയാണ് ഈ പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി തലസ്ഥാനത്തുകാർ, തിരുവനന്തപുരത്തുകാർ കനകക്കുന്നിലേക്ക് എത്തുന്നത്. ഒരൽപ്പം കഴിഞ്ഞാൽ പതിയെ ലൈറ്റൊക്കെ ഓണാകും. വലിയ വർണ്ണശോഭയിൽ കനകക്കുന്ന് നിന്ന് തിളങ്ങും. അതിനിടയിലൂടെ ആൾക്കൂട്ടങ്ങൾ ഇങ്ങനെ ഒഴുകും. എല്ലാ കൊല്ലവും വലിയ തിരക്കാണ് ഈ കനകക്കുന്നിലെ പുതുവത്സരത്തിന്റെ ഭാഗമായിട്ടുണ്ടാവും. ഇത്തവണയും ആ തിരക്ക് തന്നെ ഉണ്ടാകും എന്നാണ് കരുതുന്നത്. നമുക്ക് ഇവിടെ ചോദിക്കാം, എന്താണ് ചേട്ടാ ഇത്തവണ പുതുവത്സരാഘോഷങ്ങളൊക്കെ എങ്ങനെ? നന്നായിരിക്കുന്നു. നല്ല തുടക്കമാണെന്ന് തോന്നുന്നു. നല്ല ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. കുറെ കഴിയുമ്പോൾ ഇവിടെ ആളിന്റെ പ്രളയമായിരിക്കും. എങ്ങനെ ഇത്തവണ 2024 എന്തൊക്കെ പ്രതീക്ഷകളാണുള്ളത്? സന്തോഷമായിട്ടിരിക്കണം, എല്ലാവരും ഹാപ്പിനെസ്, ടെമ്പറേച്ചർ കുറച്ച് കുറയണം, ഇതൊക്കെ ഉള്ളൂ. കടുത്ത ചൂടാണ് എന്നുള്ള ഒരു പരാതിയുണ്ട്. ഏതായാലും ഡിസംബർ ആയിട്ടും വലിയ തണുപ്പ് തിരുവനന്തപുരത്തിന്റെ രാത്രികളിലില്ല. എന്നാലും ആഘോഷങ്ങൾക്ക് യാതൊരു കുറവുമില്ല. വലിയ ദീപാലങ്കാരങ്ങൾക്കിടയിലൂടെ, പുഷ്പവൃഷ്ടികൾക്കിടയിലൂടെ രാത്രി പുതുവത്സരത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ ഇവിടെ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. കൂടാതെ സുരക്ഷാ സംവിധാനങ്ങളും വലിയ ശക്തമാക്കിയിട്ടുണ്ട് തിരുവനന്തപുരത്തെ പോലീസ്. അതിന്റെ ഭാഗമായി പ്രത്യേക പരിശോധനകളും മറ്റു കാര്യങ്ങളുമെല്ലാം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. വലിയ ജനത്തിരക്ക് അനുഭവപ്പെടും എന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് പോലീസും തയ്യാറാക്കിയിട്ടുള്ളത്. കൊച്ചുകുട്ടികളടക്കമുള്ളവർ പതിയെ ഈ കനകക്കുന്നിലെ ഈ വേദിയിലേക്ക് എത്തുന്നുണ്ട്. മോളും എങ്ങനെയാണ് ഇത്തവണത്തെ ആഘോഷങ്ങളെ? ലൈറ്റ് കാണാൻ വന്നതാണോ? വന്നതാണോ? എങ്ങനെയുണ്ടായിരുന്നു 2023? എത്രാം ക്ലാസ്സിൽ കുട്ടി പഠിക്കുക? അടുത്ത കൊല്ലം 3ാം ക്ലാസ്സിലോട്ട് പോണ്ടേ? കുടുംബമായി കുട്ടികളടക്കം വലിയ ആൾക്കൂട്ടം പതിയെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ അല്പനേരത്തിനകം വലിയ ആൾക്കൂട്ടമായി അത് മാറും. വലിയ തിരക്ക് അനുഭവപ്പെടും എന്ന് തന്നെ മനസ്സിലാക്കുന്നത്. വലിയ പ്രതീക്ഷകളും അവിടെയാണ് 2024 എല്ലാവരും വരവേൽക്കുന്നത്. 2023 ഉണ്ടായ സംഭവങ്ങളിൽ നിന്നും അതിന്റെ പടങ്ങളിൽ നിന്നുമെല്ലാം ഉൾക്കൊണ്ട് വലിയ പ്രതീക്ഷയോടെ 2024 വരവേൽക്കുകയാണ് തിരുവനന്തപുരത്തുകാർ.